മൊഡ്യൂൾ 1ൻ്റെ ഒരു ഓവർവ്യൂ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഓരോ പോയിൻറ്റ്സും നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നോക്കുകയാണ് ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1ലാണ് ബേസിക് ടേംസ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബേസിക് ടേംസ് ഒക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ എല്ലാവരും മൊഡ്യൂൾ 1 ശ്രദ്ധയോടെ പഠിക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ ഹൂ ആർ മാനേജേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ ദർ ആർ നോ പ്രോട്ടോടൈപ്പ് ഓർ പാറ്റേൺ ആസ് ടു ഹൂ ക്യാൻ ബി മാനേജേഴ്സ്. ദെൻ മാനേജേഴ്സ് ക്യാൻ ബി അണ്ടർ ദ ഏജ് ഓഫ് 18 to over age 80. Then they run large corporations as well as small startups. Then some managers are top level managers while others are first line managers. Then managers are just as likely to be women as they are men. സോ ഇതൊക്കെയാണ് ഒരു മാനേജറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഏജ് ഓവർ 18 to 80 ആവാം. അതുപോലെ തന്നെ സ്മോൾ സ്റ്റാർട്ടപ്സ്, അതുപോലെ ലാർജ് കോർപ്പറേഷൻ, അതിനൊക്കെ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ മെൻ വുമൻ ആവാം. ദെൻ അതുപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സും ഉണ്ടായിരിക്കും. Then where do they work? And they are found in governmental departments, hospitals, small business, etc. Then managers can be also found doing managerial work in every country on the globe. Then they work in an organization setting. ഇവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ സെറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ എന്നറിയണം അല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ ആൻ ഓർഗനൈസേഷൻ ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് പേർപ്പസ്. ഒരു ഓർഗനൈസേഷൻ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പേർപ്പസ് ഉണ്ടാവും. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കൂട്ടം ആളുകൾ ഇവർ കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ കമ്പനീസൊക്കെ പോലെ. അപ്പം അവരുടെ പേർപ്പസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആൻ ഓർഗനൈസേഷൻ ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് പേർപ്പസ് ഉണ്ടായിരിക്കും. ദിസ് പേർപ്പസ് ഈസ് ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് ത്രൂ ഗോൾസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഹോപ്പ് ടു അക്കംപ്ലിഷ്. ആ പേർപ്പസ് എന്ന് പറഞ്ഞാൽ അവർ ഗോളായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതായത് നമ്മൾ ഈ കാര്യം ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഇവർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഈച്ച് ഓർഗനൈസേഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് പീപ്പിൾ. എല്ലാ ഓർഗനൈസേഷൻ്റെയും ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് പീപ്പിൾസ് ആണ്. ദെൻ ഇറ്റ് ടേക്സ് പീപ്പിൾ to perform the work that necessary for the organization to achieve its goals. Then all organization develop some deliberate structure within which members do their work. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു, അതുപോലെ മാനേജർ എവിടെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് മാനേജ്മെൻറ്റ് എന്നാണ് നോക്കുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വിത്ത് ആൻഡ് ത്രൂ അതർ പീപ്പിൾ. അതായത് എന്താണ്, ഒരു കാര്യം നമ്മൾ എഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ പീരിയോഡിക്കലി, designing the work system and the organization structure, and maintaining an environment in which individuals working together in groups accomplish their aims and objectives and goals of the organization effectively and efficiently. അപ്പം ഇതൊക്കെയാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. എന്തൊക്കെയായിരുന്നു? എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ പീരിയോഡിക്കലി. Then designing the work system and the organization structure. Then അടുത്ത maintaining an environment in which individuals working together in groups then accomplish their aims and objectives and goals of this organization effectively and efficiently. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി റെഫേഴ്സ് ടു ഗെറ്റിംഗ് ദ മോസ്റ്റ് ഔട്ട്പുട്ട് ഫ്രം ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻപുട്ട്. എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ലീസ്റ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ലാർജ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക.
അങ്ങനെയാണ്. അതായത് നമ്മളിപ്പം ഒരു കമ്പനിയുടെയൊക്കെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടണം എന്നായിരിക്കും. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ടിനേക്കാളും കൂടുതൽ ലാഭം കിട്ടാനാണ് എല്ലാ ഓർഗനൈസേഷനും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താണ്, എഫിഷ്യൻസി മസ്റ്റാണ്. ദെൻ ബിക്കോസ് മാനേജേഴ്സ് ഡീൽസ് വിത്ത് scarce input, including resources such as people, money, and equipments. They are concerned with efficient use of those resources. It's often referred to as doing things right. That's not wasting resources. Okay, and it's not enough, however, just to be efficient. Management is also concerned with being effective, completing activities so that organizational goals are attained. അതുപോലെ എഫിഷ്യൻ്റ് ആവുന്നതിനേക്കാളും എഫക്റ്റീവ്നെസ്സും വേണം. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൂയിങ് റൈറ്റ് തിങ്സ് തന്നെയാണ്. ആൻഡ് ഡൂയിങ് ദോസ് വർക്ക് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ റീച്ച് ഇറ്റ്സ് ഗോൾസ്. അതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് മാനേജീരിയൽ റോൾസ് എന്താണെന്ന് നോക്കണം. മാനേജീരിയൽ റോൾസ് എന്ന് പറയുന്നത്, the term managerial roles refers to specific actions or behaviors expected of exhibiting by the manager. അപ്പോൾ ഇവരുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോൾസാണ്. ഇൻ്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. അപ്പോൾ 3 റോൾസാണുള്ളത്: ഇൻ്റർപേഴ്സണൽ, ഇൻഫർമേഷണൽ ആൻഡ് ഡിസിഷണൽ റോൾസ്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഇൻ്റർപേഴ്സണൽ റോൾസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റോൾസ് ആർ വൺ ദാറ്റ് ഇൻവോൾവ് പീപ്പിൾ ആൻഡ് അതർ ഡ്യൂട്ടീസ് ദാറ്റ് ആർ ceremonial ആൻഡ് symbolic ഇൻ നേച്ചർ. അപ്പോൾ എന്താണ്, നമ്മുടെ ഇൻ്റർപേഴ്സണൽ റോൾസിന് 3 ഇൻ്റർപേഴ്സണൽ റോൾസ് ആണുള്ളത്. അത് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇൻ്റർപേഴ്സണൽ റോൾസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതായത് ലീഡർ, ഫിഗർ ഹെഡ്, ലയാസൺ. അതായത് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ, റെസ്പോൺസിബിൾ ഫോർ സ്റ്റാഫിംഗ്, ട്രെയിനിങ് ആൻഡ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. അതാണ് ലീഡർ. ഇൻ്റർപേഴ്സണൽ റോൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് 3 ഇൻ്റർപേഴ്സണൽ റോൾസ് ഇൻക്ലൂഡ് ഫിഗർ ഹെഡ് ഉണ്ട്, ലീഡർ ഉണ്ട്, ലയാസൺ ആണുള്ളത്. അതിൻ്റെ അകത്ത് ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം റെസ്പോൺസിബിൾ ഫോർ സ്റ്റാഫിങ്, ട്രെയിനിങ്, അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. ഇത് 3ആണ് ഒരു ലീഡറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ 3നെയും കൺട്രോൾ ചെയ്യുന്നതാണ്. ഇനി ഫിഗർ ഹെഡ് ഉണ്ട്. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ സിംബോളിക് ഹെഡ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സിംബോളിക് ഹെഡ് ആയിരിക്കും നമ്മുടെ ഫിഗർ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ലയസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓൾ കോൺടാക്ട്സ് ആൻഡ് ഇൻഫോമേഴ്സ് ദാറ്റ് കമ്പോസ് ദ ഓർഗനൈസേഷൻ നെറ്റ്വർക്ക്. അതായത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലയസൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്. ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നതാണ് ദ ഇൻഫർമേഷണൽ റോൾസ് ഇൻവോൾവ് കളക്ടിങ്, റിസീവിങ് ആൻഡ് ഡിസ്മിനേറ്റിംഗ് ഇൻഫർമേഷൻ. So, informational roles involve collecting, receiving and disseminating informations. Then 3 informational roles include monitor, disseminator and spokesperson. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. മോണിറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സണലി സീക്ക് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഓർഗനൈസേഷൻ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ സീക്ക് ആൻഡ് റിസീവ് ഇൻഫർമേഷനാണ് ആളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസെമിനേറ്റർ ഉണ്ട്, ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റ് ഓൾ ഇമ്പോർട്ട് ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ് ടു ദി മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ്. ആൻഡ് സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ spokesperson. Then on the contrary to the above role, here the manager transmit the organization plans and policies and action to outsiders. അതായത് നമ്മൾ ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യായിരുന്നു. ആൻഡ് നമ്മുടെ സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ഓർഗനൈസേഷൻ്റെ പ്ലാൻസ് ആൻഡ് പോളിസീസ് ആൻഡ് ആക്ഷൻസ് ഒക്കെ നമ്മൾ ഔട്ട്സൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് സ്പോക്സ് പേഴ്സൺ ചെയ്യുന്നത്. ദെൻ ഡിസിഷൻ റോൾസ് ഉണ്ട്. ഡിസിഷൻ റോൾസ് എന്ന് പറഞ്ഞാൽ ദി ഡിസിഷണൽ റോൾസ് entail making decisions or choices. The 4 decisional roles include entrepreneur, disturbance handler,
resource allocator and negotiator. അപ്പം ഇതൊക്കെ എന്താണെന്ന് നോക്കാം. എൻ്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്സ് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാണ്. ബേസിക്കലി ദേ സെർച്ച് ഫോർ ചേഞ്ച്, respond to it and exploit it. The negotiator, that is, represents the organization at major negotiations. Then resource allocator under make as approves all significant decisions related to the allocation of resources. Then disturbance handler എന്ന് പറഞ്ഞാൽ responsible for corrective action when the organization face disturbances. സോ ഇത്രയാണ് റോൾസ് വരുന്നത്. മാനേജീരിയൽ റോൾസ് എന്ന് പറയുന്നത് അത് മൂന്നുമാണ്. ഇനി അടുത്ത നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇത്രയാണ് ഫങ്ഷൻസിൻ്റെ അകത്ത് വരുന്നത്. അതിൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പം അക്കോർഡിംഗ് ടു കൂൺസ്, ദാറ്റ് ഈസ് പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൗ ടു ഡു. ഇറ്റ്സ് ബ്രിങ് ദി ഗ്യാപ്പ് ഫ്രം വേർ വി ആർ ആൻഡ് വേർ വി വോണ്ട് ടു ബി. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഒരു എന്താ, ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റേജും ഇനി നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ ആവണ്ടേ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇവിടെ പ്ലാനിങ്ങിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പം ഇതതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ ആൻഡ് വേർ വി വോണ്ട് ടു ബി. എ പ്ലാൻ ഇസ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സസൈസ് ഇൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. And planning is determination of courses of action to achieve desired goals. Thus, planning is a systematic thinking about ways, means of accomplishment of predetermined goals. Then next, organizing ആണ്. Organizing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a process of bringing together physical, financial and human resources and developing productive relationship among them for achievement of organizational goals. According to Henry Fayol, to organize a business is to be provided it is with everything useful for its functioning, that is raw material, tools, capital and personals. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് വയ്ക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള തിങ്സ് ഉണ്ടായിരിക്കും. അതായത് റോ മെറ്റീരിയൽസ്, ടൂൾസ്, ക്യാപിറ്റൽസ്, അതുപോലെ ആളുകൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് നമ്മൾ ഓർഗനൈസിങ്ങിൻ്റെ അണ്ടറിൽ ചെയ്യുന്നത്. ടു ഓർഗനൈസ് എ ബിസിനസ് ഇൻവോൾവ് ഡിറ്റർമൈനിങ് പ്രൊവൈഡിങ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ടു ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് വരുന്ന ഓർഗനൈസിങ് ആസ് എ പ്രോസസ് ഇൻവോൾവ്. ഇതിൽ എന്തൊക്കെയായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അത് നമ്മൾ പ്ലാൻ പ്രകാരം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസിനെ നമ്മൾ ഓരോ സെക്ഷനായി ക്ലാസിഫൈ ചെയ്യും. ദെൻ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. ഈ ഡ്യൂട്ടീസിനെ നമ്മൾ ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് വെക്കും. Then delegation of authority and creation of responsibility. Then coordinating authority and responsibility relationships. അപ്പം ഇത്രയാണ് ഓർഗനൈസിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാഫിംഗ് ആണ്. ഇപ്പോൾ ഓർഗനൈസിങ്ങിൽ നമ്മൾ ഡ്യൂട്ടീസൊക്കെ ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ ആളെ കണ്ടുപിടിക്കണം. അതിലാണ് നമ്മൾ സ്റ്റാഫിംഗ് ചെയ്യുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് മാനിങ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് കീപ്പിംഗ് ഇറ്റ് മാൻഡ്. Staffing has assumed greater importance in the recent years due to advancement of technology, increase in size of business and complexity of human behavior, etc. And according to Kuntz and O'Donnell, managerial function of staffing involving manning the organization structure through proper and effective selection, appraisals and development of
personnel to fill the roles ഡിസൈൻഡ് ഇൻ ദി സ്ട്രക്ചർ. അപ്പോൾ അതായത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം റിക്രൂട്ട് ചെയ്യുന്ന പോലെ പ്രോപ്പറായിട്ട് ആ റോളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ഒക്കെ ഈ പേഴ്സൺ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനായിട്ടാണ് സ്റ്റാഫിംഗ് പറയുന്നത്. അപ്പം സ്റ്റാഫിംഗ് ഇൻവോൾവ് മാൻ പവർ പ്ലാനിങ്. ഒന്നാമത്തെയാണ് മാൻ പവർ പ്ലാനിങ്, അതായത് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ ഇൻ ടേംസ് ഓഫ് സെർച്ചിങ് ചൂസ് ദ പേഴ്സൺ ആൻഡ് ഗിവിങ് ദ റൈറ്റ് പ്ലേസ്. ദെൻ അടുത്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ദെൻ നമ്മൾ ആദ്യം എന്തൊക്കെ ഡ്യൂട്ടീസ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് നമ്മുടെ കമ്പനിക്ക് ആവശ്യം എന്ന് നോക്കും. എന്നിട്ട് ഇവരെന്ത് പോവും, റിക്രൂട്ട്മെൻറ്റ് നടത്തും, അതിൽ നിന്ന് സെലക്ട് ചെയ്യും, അത് കഴിഞ്ഞ് അവരെ പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് കൊടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് റെമ്യൂണറേഷൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് പെർഫോമൻസ് അപ്രൈസൽ, ദെൻ പ്രൊമോഷൻസ് ആൻഡ് ട്രാൻസ്ഫർ. ഓക്കെ, ഇത്രയാണ് ഈ പ്രൊമോഷൻസ് ആൻഡ് ട്രാൻസ്ഫർ അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജീരിയൽ ഫങ്ഷൻ വിച്ച് actuates the organizational method to work efficiently for achievement of organizational purpose. And direction is that inner personal aspect of management that deals directly with influencing, guiding, supervising, motivating subordinate for achievement of organizational goals. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. നമ്മൾ നല്ല ഗൈഡ് ചെയ്യണം ഇവരെ, അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ അകത്ത് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്ഷൻ ഹാസ് ഫോളോയിങ് എലമെൻറ്റ്സ്. ഇതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ്? നേരത്തെ പറഞ്ഞ എലമെൻറ്റ്സ് തന്നെയാണ്. നമ്മൾ സൂപ്പർവിഷൻ ഇംപ്ലൈസ് ഓവർ seeing the work of subordinate by their supervisors, and it is act of watching, directing work and workers. ഓക്കെ, then അടുത്ത മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് ഇൻസ്പയറിംഗ് ആണ്. ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഓർ എൻകറേജിങ് ദ സബോർഡിനേറ്റ് ടു സീൽ ദി വർക്ക്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ദെൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Leadership may be defined as the process by which manager guide and influence the work of subordinate in desired direction. ഇവരെ ലീഡ് ചെയ്യണം, അതായത് കറക്റ്റായ ഡയറക്ഷനിൽ ലീഡ് ചെയ്യാണ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പാസിങ് ഇൻഫർമേഷൻ, എക്സ്പീരിയൻസസ്, ഒപ്പീനിയൻ എക്സെട്ര ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ടു അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കാര്യങ്ങൾ, അതാണ് ഡിറക്ഷനിൽ വരുന്നത്. ഇനി അടുത്ത കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ദ പർപ്പസ് ഓഫ് കൺട്രോളിംഗ് ഈസ് ടു എൻഷുർ ദാറ്റ് എവറിത്തിങ് ഒക്കർ ഇൻ കംഫോർമിറ്റീസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. Therefore controlling has following steps. Establishment of standard performance, then measurement of actual performance, then അടുത്ത comparison of actual performance with the standard and finding out deviation if any, corrective action. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ വർക്കിനെയൊക്കെ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ദെൻ നമ്മൾ കമ്പയർ ചെയ്യുന്നു, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതുമായിട്ട് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺട്രോളിങ്ങിൻ്റെ അകത്ത് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നേച്ചർ ഓഫ് മാനേജ്മെൻ്റ് ആണ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ആർട്ടും ആണ്, ഒരു സയൻസും ആണ്. ഇനി മാനേജിങ് ആസ് എ പ്രാക്ടീസ് ഇസ് എൻ ആർട്ട്. അതായത് നമ്മൾ ഇത് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇതൊരു ആർട്ടായിട്ടാണ് നമുക്ക്, അതായത് ഒരാളുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാനേജിങ്ങിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ
ദി ഓർഗനൈസ്ഡ് നോളജ് അണ്ടർലൈയിങ് ദ പ്രാക്ടീസ് മേ ബി റെഫേർഡ് ആസ് എ സയൻസ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതിന് കുറേ തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോപ്പറായിട്ടൊരു തിയറീൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മാനേജ് ചെയ്യുന്നത് അതൊരു ടെക്നോളജിയുടെ ബേസിലാവും ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ സയൻസ്. അപ്പം അതൊരു ആർട്ടും ആണ്. ഇൻ പ്രാക്ടീസ് ദാറ്റ് ഈസ് എൻ ആർട്ട്, ആൻഡ് അല്ലെങ്കിൽ നമുക്കതിനൊരു സയൻസ് എന്നും പറയാം.